പി.സി. ചാക്കോ എൻ.സി.പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പാർട്ടിക്കുള്ളിലെ തർക്കമാണ് രാജിക്ക് കാരണം. സമ്മർദ്ദങ്ങൾ ഫലം കാണാതെ വന്നതോടെയാണ് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് രാജി സമർപ്പിച്ചത്. തോമസ് കെ തോമസ് എം.എൽ.എ അധ്യക്ഷനാക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. 4 തവണ കോൺഗ്രസ് അംഗമായി ലോക്സഭയിലെത്തിയ പി.സി. ചാക്കോ 2021 ദേശീയ നേതൃത്വവുമായി തെറ്റി എൻ.സി.പിയിലെത്തിയത്. ലതിക സുഭാഷ്, പി.എം. സുരേഷ് ബാബു തുടങ്ങിയവരും ചാക്കോയ്ക്കൊപ്പം കോൺഗ്രസ് വിട്ട് എൻ.സി.പിയിലെത്തി. സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട പി.സി. ചാക്കോ എ.കെ. ശശീന്ദ്രൻ വിഭാഗവുമായി ആദ്യഘട്ടം മുതൽ അകൽച്ചയിലായിരുന്നു. തോമസ് കെ തോമസ് വിഭാഗവുമായി അടുത്ത പി.സി. ചാക്കോ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കവും നടത്തി. മുൻ വ്യവസ്ഥയുടെ ഭാഗമായി എ.കെ. ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നായിരുന്നു പി.സി. ചാക്കോയുടെ നിലപാട്. എന്നാൽ ശശീന്ദ്രൻ വിഭാഗം ഇത് അംഗീകരിച്ചില്ല. ഇതോടെ മുന്നണി മാറ്റമെന്ന ചർച്ചയും പാർട്ടിയിൽ പി.സി. ചാക്കോ ഉയർത്തി. എ.കെ. ശശീന്ദ്രനും തോമസ് കെ തോമസും ഇതിനെ എതിർത്തതോടെ പി.സി. ചാക്കോ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു. പി.സി. ചാക്കോയെ അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടിലേക്ക് ശശീന്ദ്രൻ തോമസ് വിഭാഗങ്ങൾ ഒരുപോലെ നിലപാടെടുത്തു. തോമസ് കെ തോമസിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യവുമായി പാർട്ടിയിലെ പ്രബല വിഭാഗം ഒപ്പുശേഖരണവും നടത്തി. എ.കെ. ശശീന്ദ്രനുമായി ഒത്തുതീർപ്പിലെത്തിയ തോമസ് കെ തോമസിനെ അധ്യക്ഷനാക്കണം എന്ന നിലപാടിലാണ് പാർട്ടിയിലെ ഭൂരിപക്ഷം നേതാക്കളും. ഇക്കാര്യം ദേശീയ നേതൃത്വത്തെയും അവർ അറിയിക്കും. എന്നാൽ സുരേഷ് ബാബുവിനെ തനിക്ക് പകരം അധ്യക്ഷനാക്കണമെന്ന് ദേശീയ നേതൃത്വത്തോട് നിർദ്ദേശിച്ചാണ് പി.സി. ചാക്കോ രാജിക്കത്ത് ശരത് പവാറിന് കൈമാറിയത്. ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ പി.സി. ചാക്കോയുടെ ഇനിയുള്ള നിലപാട് എന്താകും എന്നതാണ് അറിയാനുള്ളത്. പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിൽ ശരത് പവാറിൻ്റെതാകും അന്തിമ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.